ചർച്ച മനസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലശ്ശേരി അതിരൂപതയിലെ ആദ്യ സഹായ മെത്രാനായി മാർ ജോസഫ് പാംബ്ലാനി അഭിഷിക്തനായി. സെന്റ് ജോസഫ് കത്തീഡ്രൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാരും വൈദികർ, സന്യസ്തർ, ജനപ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. ഞാൻ ഫാദർ അഗസ്റ്റിൻ പാംബ്ലാനി CSC, അഭിവന്യ ജോസഫ് പാംബ്ലാനി പിതാവിന്റെ അനുജനാണ്. ഞങ്ങൾ 7 മക്കളിൽ പിതാവ് 5ാമത്തേതും ഞാൻ 6ാമത്തേതുമാണ്. കുഞ്ഞുനാളിലെ പ്രവാചകൻ എന്ന് കളിപ്പേരിട്ടുകൊണ്ട് കൂട്ടുകാര് തമാശായിട്ട് കളിയാക്കിക്കൊണ്ട് അങ്ങനെ വിളിച്ചുവെങ്കിൽ ഇന്ന് ദൈവശാസ്ത്രപരമായിട്ടും സൈദ്ധാന്തികമായിട്ടും ദാർശനികമായിട്ടും ഒക്കെ തിരുസഭയ്ക്കുള്ളിൽ ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡറായിട്ട് നിന്നുകൊണ്ട് തന്നെ സഭയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ സഭയെ നവീകരിക്കുവാനും തിരുത്തുവാനും സഭയ്ക്ക് കോട്ട കെട്ടുന്നതോടൊപ്പം തന്നെ സഭയുടെ നവോത്ഥാനത്തിന് വേണ്ട സങ്കേതങ്ങൾ പകർന്നു കൊടുക്കുവാനും ചേട്ടൻ ശ്രമിക്കുമ്പോൾ ഈ പ്രവാചകൻ എന്നുള്ള പ്രയോഗം അക്ഷരാർത്ഥത്തിൽ തന്നെ അന്വർത്ഥമാകുകയാണ് എന്ന് തോന്നുകയാണ്. അമ്മച്ചിയൊക്കെ പല പ്രാവശ്യം ഇത്തരം വേദികളിൽ പങ്കുവച്ചിട്ടുള്ളതുപോലെ എനിക്ക് നല്ല ഒരു അച്ഛനാകണം, വൈദികനാകണം എന്നുള്ളത് ജന്മനാ ചേട്ടൻ കൂടെ കൂടെ പറയുമായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു വിശുദ്ധനാകണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്ന്. അമ്മച്ചിയൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന വിശുദ്ധരെ പറ്റിയുള്ള ജീവചരിത്രങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തില് ഇത്തരത്തിലുള്ള വിശുദ്ധമായ ചിന്തകൾ കുഞ്ഞുനാളിൽ തന്നെ ചേട്ടന്റെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാ. ഇപ്പോൾ അഭിവന്യ പിതാവായിരിക്കുന്നു. ഇനിയും ഏതെല്ലാം രീതിയിലൂടെ തമ്പുരാൻ നടത്തുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. ഏതെല്ലാം സഭാസ്ഥാനപരമായ എത്ര ഔന്നത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാലും ചേട്ടൻ പരമമായി ചെറുപ്പത്തിൽ പ്രകടിപ്പിച്ച ആ വിശുദ്ധമായ ആഗ്രഹം, ഏറ്റവും സമ്പൂജ്യമായിട്ടുള്ള ആഗ്രഹം സഫലീകൃതമാകണമെന്ന ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് എനിക്കൊരു വിശുദ്ധനാകണമെന്നുള്ള ആഗ്രഹം, അതിലേക്കുള്ള അധിക കൃപയുടെ ഒരു ആവിഷ്കാരമാകട്ടെ ഈ മെത്രാൻ പദവി എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നിയുക്ത മെത്രാനെ ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ സാന്റ് ജോസ് മെട്രോപൊളിറ്റൻ സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് മാർ ജോസഫ് പാംബ്ലാനിയെ തലശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ നിയമനപത്രം വായിച്ചു. അതിരൂപത ചാൻസലർ ഫാദർ തോമസ് തെങ്ങുംപിള്ളിലാണ് നിയമനപത്രം വായിച്ചത്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ലെറ്റർ ഓഫ് കാനോനിക്കൽ പ്രൊവിഷൻ. ജോർജ് കാർഡിനൽ ആലഞ്ചേരി, the Major Archbishop of the Syro-Malabar Church, sends his paternal blessings to you, Reverend Father Joseph Pamblani,
priest belonging to the Archeparchy of Tellicherry, presently Singelus of the same Archeparchy, who having obtained the prior assent of the Holy Father, has been elected by the Synod of Bishops of the Syro-Malabar Church in the second session of the 25th Synod held from 21st August to 1st September 2017, Auxiliary Bishop of Tellicherry. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെരളങ്ങാട്ട് പിതാവ് കൈവപ്പ് ശുശ്രൂഷ വഴി മാർ ജോസഫ് പാംപ്ലാനിക്ക് സ്ഥാനചിഹ്നങ്ങളും അംശവടിയും കൈമാറി. പേര് മേരി, പേര് കുന്നല്. ഞങ്ങൾക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. ഭർത്താവ് 13 വർഷം മുമ്പ് മരിച്ചുപോയി. 2004 ഒക്ടോബർ 20 മരിച്ചു. പിന്നെ 7 മക്കളുള്ളതിൽ 5ാമത്തെ മകനാണ് പിതാവ്, പാമ്പ്ലാനി പിതാവ്. അവൻ ചെറുപ്പകാലം മുതലേ വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങളോടെല്ലാം പറയുമായിരുന്നു. ചാച്ചന്റെ മുണ്ടെടുത്ത് പുതച്ച്, ഞാൻ അച്ഛനാണെന്നും പറഞ്ഞ് വെള്ളം കൊണ്ട് പുതച്ച് ഇങ്ങനെ നടന്ന് എല്ലാവരുടെ അടുത്ത് പറയുമായിരുന്നു. അങ്ങനെ ചെറുപ്പകാലത്ത് പഠിക്കാനൊക്കെ നല്ല മിടുക്കനായിരുന്നു. പള്ളിയിലെ നല്ല പെരുമാറ്റത്തിന് അവിടുത്തെ വൈദികരിൽ നിന്നെല്ലാം സമ്മാനങ്ങൾ, വന്ന വികാരിമാരിൽ സമ്മാനങ്ങൾ നേടി കൊടുക്കുമായിരുന്നു. പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്, എമരിറ്റസ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. എന്റെ പേര് സിസ്റ്റർ ഷൈനി. ഞാൻ സെന്റ് അലോഷ്യസ് സഭാംഗമാണ്. ഞാൻ പിതാവിന്റെ സഹോദരിയാണ്. ഞാൻ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണം ഡിസ്ട്രിക്റ്റിൽ സെന്റ് മേരീസ് സ്കൂളിന്റെ ചുമതല വഹിക്കുന്നു. പിതാവിനെ കുറിച്ച് പറയുമ്പോൾ, പിതാവ് ചെറുപ്പം മുതലേ ശരിക്കും വിശ്വാസത്തിൽ അടിയുറച്ച് വളർന്നു വന്ന എന്റെ സഹോദരനായിരുന്നു. പിതാവിൽ നിന്ന് ചെറുപ്പകാലത്ത് എനിക്ക് ഒരു സഹോദരി എന്ന നിലയ്ക്ക് എനിക്ക് പഠിക്കാൻ സാധിച്ചത് ഒത്തിരിയേറെ മറ്റുള്ളവരിൽ എപ്പോഴും നന്മ കണ്ടെത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഞങ്ങളോടൊക്കെ എപ്പോഴും പറയാറുണ്ട്, ജീവിതം സ്വർണ്ണമുലയിൽ മാറ്റുരയ്ക്കുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതം വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് സഹനങ്ങളിലൂടെയാണ്. അതിന് സഹനങ്ങളിലൊക്കെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ സഹനങ്ങളിലൂടെയാണ്. അൽഫോൻസാമയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞങ്ങളെയൊക്കെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ജീവിതത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ് പിതാവിന്റെ ചൈൽഡ്ഹുഡ് ജീവിതം, അതായത് ചെറുപ്പകാല ജീവിതം. ആയിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷി നിർത്തിയാണ് മാർ ജോസഫ് പാംപ്ലാനിയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷ നടന്നത്. സ്നേഹമുള്ളവരെ, തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. കാരണം തലശ്ശേരി അതിരൂപതയ്ക്ക് ഒരു പിതാവിനെ കൂടി ലഭിച്ച് തലശ്ശേരി അതിരൂപതയിലെ ജനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ദൈവികമായ ശ്രദ്ധയും പരിപാലനയും ലഭിക്കുവാൻ ദൈവം നിയോഗിച്ച അഭിവന്യ ജോസഫ് പാംപ്ലാനി പിതാവിനോട് ഡിവൈൻ ധ്യാന കേന്ദ്രം, വുഡ്നസ് ടെലിവിഷൻ ഒത്തിരിയേറെ കടപ്പെട്ടിരിക്കുന്നു. അഭിവന്യ പിതാവ് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായി നിയമിതനാവുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വളരെയധികം അക്കാര്യത്തിൽ സന്തോഷിച്ചു. കാരണം നീണ്ട നാളുകളായി അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തലശ്ശേരി അതിരൂപതയ്ക്ക് എന്നല്ല, ലോകം മുഴുവനിലും, പ്രത്യേകിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ വചന ശുശ്രൂഷയിലും വുഡ്നസ് ടെലിവിഷനിലും എല്ലാം വലിയ നേട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ശുശ്രൂഷകളും. ഈ അടുത്ത നാളുകളിൽ വുഡ്നസ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്ന സത്യമറിയാൻ എന്ന പ്രോഗ്രാം യുവതീയുവാക്കന്മാരുടെ വ്യത്യസ്തമായ സംശയങ്ങൾക്ക് വളരെ കൃത്യമായ ഉത്തരം നൽകി വുഡ്നസ് ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സ് കവർന്നിട്ടുള്ള, അവരെ വളരെയധികം സന്തോഷത്തിലേക്ക് നയിച്ചിട്ടുള്ള വ്യക്തിയാണ് അഭിവന്യ ജോസഫ് പാംപ്ലാനി പിതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാരോഹണ ചടങ്ങ് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം കാണുകയും സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം എല്ലാവിധത്തിലുള്ള കഴിവുകളുടെ ഒരു നിറകുടം തന്നെയാണ്. വ്യത്യസ്തമായ മേഖലയിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ അത് അനേകരെ ദൈവവിശ്വാസത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക്, വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് എല്ലാം നയിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്.
പിതാവിന്റെ വാത്സല്യവും സ്നേഹവും മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള കരുതലും ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. ദൈവവചനത്തിൽ ആഴമായ പാണ്ഡിത്യവും അതുപോലെ വചനത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പ്രത്യേക കഴിവും ഇതെല്ലാം എടുത്ത് പറയേണ്ട വസ്തുതയാണ്. KCBCക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ കമ്മീഷനുകളുടെ സെക്രട്ടറിമാരുടെ യോഗം പാലാരിവട്ടം TOCയിൽ നടന്നു. നവംബർ 9 വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ KCBC വൈസ് പ്രസിഡന്റ് യുഹാനോൻ മാർ ക്രിസോസ്റ്റം പിതാവ് അധ്യക്ഷത വഹിച്ചു. KCBC യുവജന കമ്മീഷൻ സെക്രട്ടറി റവറന്റ് ഡോക്ടർ മാത്യു ജേക്കബ് തിരുവാലിൽ, KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട്, ഡീൻ ഓഫ് സ്റ്റഡീസ് ഫാദർ ഷിബു സേവ്യർ, KCBC സോഷ്യൽ ഹാർമണി ആൻഡ് വിജിലൻസ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ സജു കുത്തോടി പുത്തൻപുരയിൽ തുടങ്ങിയവർ സംസാരിച്ചു. എന്താണ് ക്രൈസ്തവ സഭ ഇന്ന് ഇന്ത്യയിൽ നൽകേണ്ട സാക്ഷ്യം എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയോടുകൂടി നയങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന വേദിയാണ് CBCI. CBCI ആവിഷ്കരിക്കുന്ന നയ സമീപനങ്ങൾ പ്രാദേശിക തലത്തിൽ, വ്യക്തിഗത സഭകളുടെ തലത്തിൽ നാം എങ്ങനെ നടപ്പാക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ KCBCയുടെ സെക്രട്ടേറിയറ്റ് എന്ന തലത്തിൽ നമ്മുടെ ഇവിടുത്തെ ഒന്നാമത്തെ ചുമതല. ഓറിയന്റേഷൻ ക്ലാസിന് റവറന്റ് ഡോക്ടർ സിഒ മസ്കരാനസ് നേതൃത്വം നൽകി. KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോളി വടക്കൻ മോഡറേറ്ററായിരുന്നു. KCBC സെക്രട്ടറി ജനറൽ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് സമാപന സന്ദേശം നൽകി. KCBC സെക്രട്ടേറിയറ്റിന്റെ ജനറൽ മീറ്റിംഗാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ CBCയുടെ റീജിയണൽ കൌൺസിലാണ് KCBC, കേരള കാത്തലിക് ബിഷപ്സ് കൌൺസിൽ. ഈ കൌൺസിലിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വിവിധ കമ്മീഷനുകളിലൂടെയാണ്. ഓരോ കമ്മീഷനെയും ചുമതല ഓരോ സെക്രട്ടറിക്ക് ഉണ്ട്. ഒരു സെക്രട്ടറിയോടൊപ്പം തന്നെ മറ്റ് 2 ജോയിന്റ് സെക്രട്ടറിമാരും കൂടെ ഉണ്ട്. അതിന് കാരണം നമുക്കറിയാം, കേരളത്തിലെ സഭയിലെ 3 സഭകളാണ്: സിറോ മലബാർ, ലാറ്റിൻ ആൻഡ് സിറോ മലങ്കര. അപ്പോൾ ഏതെങ്കിലും ഒരു സഭയിലെ അംഗമാണ് സെക്രട്ടറി ആവുക. മറ്റ് 2 സഭകളിൽ നിന്ന് ഓരോ വ്യക്തികൾ ജോയിന്റ് സെക്രട്ടറിമാരുണ്ടാകും. അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള 3 സെക്രട്ടറിമാരും കൂടെ ചേർന്ന് വിവിധ കമ്മീഷനുകളുടെ എല്ലാ മെമ്പേഴ്സും ചേർന്ന് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലും അവലോകനവുമാണ് നടക്കുക. ഡിസംബറിൽ നടക്കാൻ പോകുന്ന KCBC സമ്മേളനത്തിൽ ഓരോ കമ്മീഷനും അവരുടേതായ പ്രവർത്തനങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് പിതാക്കന്മാരുടെ മുൻപിൽ. അതിനു മുമ്പായിട്ട് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രത്യേക ദർശനങ്ങളാണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ന് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഓരോ കമ്മീഷന്റെയും സെക്രട്ടറിമാരും അവരോടൊപ്പമുള്ള 2 ജോയിന്റ് സെക്രട്ടറിമാരുമാണ് വരാൻ പറഞ്ഞിരിക്കുന്നത്. അഭിവന്യ സൂസപാക്യം പിതാവ് ഇന്ന് വന്നിട്ടില്ല, പിതാവിന് അസൗകര്യമുള്ളതുകൊണ്ട്. ക്രിസോസ്റ്റം പിതാവ് വൈസ് പ്രസിഡന്റ് ഉണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കഴിഞ്ഞ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപരേഖ തയ്യാറാക്കാനും പ്രത്യേകം പരിശ്രമിക്കുന്നുണ്ട്. ഒപ്പം ചില ആശയങ്ങൾ, നമുക്ക് പ്രവർത്തനത്തിന് ഉതകുന്ന ആശയങ്ങൾ അവിടെ അവതരിപ്പിച്ച് സെക്രട്ടറിമാരുടെ ചർച്ചകളിലൂടെ അതെങ്ങനെ നമുക്ക് നമ്മുടെ ഓരോ കമ്മീഷനുകളിലൂടെ നടത്താമെന്നുള്ളതിനെക്കുറിച്ച് ആലോചന നടക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും പറയാൻ. ഡിസംബറിൽ നടക്കുന്ന KCBC യോഗത്തിന് മുന്നോടിയായാണ് സെക്രട്ടറിമാരുടെ യോഗം സംഘടിപ്പിച്ചത്. തലചായ്ക്കാൻ ഒരു വീട് യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് സഹോദരിമാരായ അഷിതയും അമിതയും. ഇടുക്കി പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളാണ് ഇരുവരും. പുളിന്താനത്ത് പരേതരായ രാജു രാധ ദമ്പതികളുടെ മക്കളായ ഇവർ മഴയത്ത് ചോർന്നൊലിക്കുന്ന നിലംപൊത്താറായ വീട്ടിൽ വൃദ്ധയായ മുത്തശ്ശിക്കൊപ്പമാണ് കഴിഞ്ഞു വന്നിരുന്നത്. സഹപാഠികളിലൂടെ ഈ സഹോദരിമാരുടെ ദുരിതമറിഞ്ഞ സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ജോസിൻ PTA അംഗങ്ങളെ വിവരമറിയിച്ചു. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ പ്രഥമ അധ്യാപികയായ സിസ്റ്റർ ജോസിൻ ഈ സ്കൂളിൽ പഠിക്കുന്ന അഷിത രാജു, അമിത രാജു എന്ന 2 കുട്ടികളുടെ അമ്മ രാധ ക്യാൻസർ
മൂലം 2-3 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. 5 വർഷം മുമ്പ് കുട്ടികളുടെ അച്ഛൻ ക്യാൻസർ മൂലം മരിച്ചിരുന്നു. കുട്ടികളുടെ അമ്മ രോഗബാധിതയായപ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും കൂടി അവരെ സഹായിച്ച് ഓപ്പറേഷനെല്ലാം നടത്താൻ വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളുടെ മുത്തശ്ശനും മരിച്ചുപോയി. പിന്നീട് ഒരു 80 വയസ്സുള്ള കാർത്തിയാനി അമ്മയുടെ സംരക്ഷണയിലാണ് ഈ 2 കുഞ്ഞുമക്കള് ജീവിതം മുന്നോട്ട് നയിച്ചത്. ഇവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ സ്റ്റാഫ് ഒരുമിച്ച് കൂടി, അതുപോലെ തന്നെ PTA ഒരുമിച്ച് കൂടി, എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കൈത്താങ്ങാകുവാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഒരു മൂവാറ്റുപുഴ MLA ശ്രീ എൽദോസ് എബ്രാഹത്തിന്റെ ഒരു മുഖ്യ രക്ഷാധികാരിയായിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AV സുരേഷിന്റെയും PTA പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും കൂടി അതിനകത്ത് വളരെ ഭംഗിയായിട്ട് അതിൽ പ്രവർത്തിച്ചു. കുട്ടികള് എല്ലാവരും അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് അവർക്ക് സഹായിക്കാൻ പറ്റുന്നിടത്തോളം അവർ സഹായിച്ചു. കുട്ടികളും ടീച്ചേഴ്സും പേരൻസും ഒക്കെ കൂടി ഒരു 5 ലക്ഷത്തോളം രൂപ അങ്ങനെ തന്നെ അത് സമാഹരിച്ചു. നാട്ടുകാരും നല്ല സുമനസ്സുകളായ വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാം ഞങ്ങൾ നേരിട്ട് PTA എക്സിക്യൂട്ടീവിന്റെ നേതൃത്വത്തിൽ വീടുകൾ സന്ദർശിച്ചു, ക്ലബ്ബുകൾ സന്ദർശിച്ചു, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു. അങ്ങനെ അവരുടെ എല്ലാം ഒരു ഔദാര്യത്തോടുകൂടെ ഒരു 10 വളരെ മനോഹരമായ ഒരു വീട് പണിതു കൊടുക്കുവാനായിട്ട് സാധിച്ചു. 800 സ്ക്വയർ ഫീറ്റുള്ള ഒരു മനോഹരമായ ഒരു വീട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. അത് ദൈവകൃപയാലും എല്ലാവരുടെയും സുമനസ്സുകളായ എല്ലാ നാട്ടുകാരുടെയും ഏറ്റവും കൂടുതലായിട്ട് സെന്റ് ജോസഫിലെ PTA ഏറ്റവും അധ്വാനത്തിന്റെ ഫലമാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് PTA പ്രസിഡന്റ് ശ്രീ ടൈഗ്രീസ് ആന്റണിയാണ്. എല്ലാവരുടെയും ശ്രമകരമായ ഒരു അധ്വാനം കൊണ്ടാണ് ഇത്ര മനോഹരമായ ഒരു വീട് പണിത്. വീട് എന്ന് പറയുമ്പോൾ എല്ലാ സൗകര്യങ്ങളോടുകൂടിയാണ് പണിതിരിക്കുന്നത്. ഒരു 3 ബെഡ്റൂം, വർക്ക് ഏരിയ, ഡൈനിങ് ഹാള്, കിച്ചൺ എല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് ടൈലിട്ട് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുക്കുമ്പോൾ സഹപാഠിക്കൊരു വീട് എന്നുള്ളൊരു പദ്ധതിയാണ് ഞങ്ങൾ ഇട്ടിരുന്നത്. ആ സഹപാഠിക്ക് ഒരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. ഇത് കൂടാതെയും ഏറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പല കുട്ടികളുടെയും അമ്മമാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കളക്ഷൻ എടുത്ത് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു പദ്ധതിയായിട്ട് സ്നേഹാർദ്രം പദ്ധതി ഈ സ്കൂളിലുണ്ട്. അതായത് എല്ലാ ചൊവ്വാഴ്ചയും 1 രൂപ എല്ലാ കുട്ടികളും കൊണ്ടുവരും. അത് 1 രൂപ മാത്രം അത് കൊണ്ടുവരും. അതിങ്ങനെ സഹായിക്കുന്ന മക്കൾക്ക്, ആവശ്യമുള്ള മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നു. അങ്ങനെ സ്നേഹാർദ്രം പദ്ധതിയിലൂടെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരും സഹോദരരാണെന്നുള്ള ബോധ്യത്തോടുകൂടി എല്ലാ മനുഷ്യരെയും സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ട് ടീച്ചേഴ്സും പേരൻസും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ അതിനുവേണ്ടി സഹകരിക്കുന്നു. ഇതിനെ തുടർന്നാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും ചേർന്ന് വീട് നിർമ്മിച്ചു നൽകിയത്. ജോയ്സ് ജോർജ് MP യാണ് അഷിതയ്ക്കും അമിതയ്ക്കും വീടിന്റെ താക്കോൽ കൈമാറിയത്. എൽദോ എബ്രഹാം MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഞാൻ സിസ്റ്റർ ട്രീസ ജോൺ, പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലാണിപ്പോൾ. അവിടെ വീട് നമ്മളൊരു കൊച്ചിനെ വെച്ചു കൊടുത്തു. ഈ വർഷം 8 ലക്ഷം രൂപ മുടക്കി. അതോടൊപ്പം തന്നെ മറ്റു ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഈ വർഷം തന്നെ ഇവിടെ ഹയർ സെക്കൻഡറിയിലെ +2 പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഫാദറിന് പെട്ടെന്ന് അസുഖം വന്ന് തളർന്നുപോയി. ഹോസ്പിറ്റലിലായി. അവർ തീർത്തും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കളക്ഷൻ എടുത്തു, ടീച്ചേഴ്സും കളക്ഷൻ എടുത്തു, നല്ലൊരു എമൗണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തു. ഈ വർഷവും ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു കേസ് ചെയ്തു. പിന്നെ ഒരു കുട്ടിക്ക് ആക്സിഡന്റ് ഉണ്ടായി, അവന്റെ കാല് ഒന്ന് മുറിച്ച് മാറ്റേണ്ടി വന്നു. അപ്പോൾ അവനും നല്ലൊരു എമൗണ്ട് നമ്മൾ കളക്ഷൻ എടുത്തു. ടീച്ചേഴ്സും സ്റ്റുഡൻസും കോൺവെന്റിൽ നിന്നും എല്ലാം കളക്ഷൻ എടുത്തിട്ട് അവരെ സഹായിച്ചു. പിന്നീട് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ യൂണിഫോം ഇല്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് യൂണിഫോം കൊടുക്കുന്നുണ്ട്. ബുക്സ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ ഹയർ സ്റ്റഡീസിന് വേണ്ട സഹായങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ പഠിച്ചിട്ട് പോകുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അത് കൊടുക്കുന്നുണ്ട്. സ്പോൺസേഴ്സിനെ കണ്ടെത്തിയും സഹായിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ഈ നാട്ടിലുള്ള പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട്
പാവപ്പെട്ടവർക്ക് പ്രത്യേകമായിട്ടും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് സ്പെഷ്യൽ ട്യൂഷനൊക്കെ കൊടുത്ത് സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാനും ഈ നാട്ടിലെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനും ശ്രമിക്കുന്നുണ്ട്. എല്ലാ ടീച്ചേഴ്സും ഒരുമിച്ച് നല്ല ഒറ്റക്കെട്ടായിട്ട് നീങ്ങുന്നത് കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അങ്കമാലി ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ പച്ചക്കറി കൃഷിയിൽ 100 മേനി. കോളേജിന്റെ 5 ഏക്കറോളം സ്ഥലത്താണ് പൂർണ്ണമായും ജൈവരീതി മാത്രം ഉൾക്കൊള്ളിച്ച് പച്ചക്കറി കൃഷി നടത്തിയത്. ഞാൻ KSM പണിക്കർ, ഫിസാറ്റിലെ അക്കാഡമിക് ഡയറക്ടറാണ്. ഈ കോളേജിന്റെ തുടക്കം മുതൽ തന്നെ കൃഷിയും പരിസ്ഥിതി സംരക്ഷണവും വളരെ മുൻതൂക്കം നൽകിയിരുന്നു. ഇപ്പോൾ നമ്മുടെ ആൾ ഇന്ത്യ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൌൺസിൽ AICTE ഒരു ഗ്രീൻ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു പുതിയ സ്കീം തുടങ്ങിയിട്ടുണ്ട്. കോളേജിൽ സോളാർ പവർ സപ്ലൈ, STP, കൃഷി, മോഡേൺ കൃഷി സമ്പ്രദായങ്ങൾ എന്നിവ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൌൺസിൽ തുടങ്ങിവെച്ചത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഈ ഉള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ഈ കോളേജിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിവരികയാണ്. ഏത്തവാഴ, പയർ, കോവയ്ക്ക, ചേന, പാവയ്ക്ക, വെണ്ട, കപ്പ തുടങ്ങി 15 തരം പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്തത്. ഇവിടെ കൃത്രിമമായി നിർമ്മിച്ച ഒരു കുളത്തിൽ നിന്നും 1300 കിലോഗ്രാമോളം മീനും വിദ്യാർത്ഥികൾ ഉൽപ്പാദിപ്പിച്ചു. ഞാൻ ജോർജ് ഐസക്, ഫിസാറ്റിന്റെ പ്രിൻസിപ്പലാണ്. ഫിസാറ്റിലെ കൃഷി വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പ്രധാനമായിട്ട് 2 ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, വിദ്യാർത്ഥികളെ കൃഷിയുമായിട്ട് ബന്ധമുള്ളവരായിട്ട് വളർത്തുക, അങ്ങനെ സാമൂഹ്യബോധമുള്ള ഒരു പൗരന്മാരെ, സാങ്കേതിക വിദ്യയിലൂടെ സാമൂഹ്യബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഫിസാറ്റിനുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് കാർഷിക മേഖല ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, ആ പ്രശ്നങ്ങൾക്ക് സാങ്കേതിക വിദ്യയിലൂടെ പരിഹാരം കണ്ടെത്തുക, അതിനുള്ള പ്രാപ്തരായിട്ടുള്ള എഞ്ചിനീയർമാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾ ഈ കൃഷികാര്യങ്ങളിൽ പങ്കെടുക്കുന്നത് കാണുമ്പോഴും ഈ കൃഷിയിടങ്ങളിലൂടെ നടക്കുമ്പോഴും എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം വളരെയധികം സന്തോഷവും മനസ്സിനൊരു സംതൃപ്തിയും നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതിനെ 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഫിസാറ്റിൽ ഏകദേശം 6 ഏക്കറോളം ഭൂമിയിൽ വിവിധങ്ങളായ കൃഷി നടത്തി വരുന്നുണ്ട്. ഇത് തീർത്തും ജൈവ കൃഷിയാണ്. യാതൊരു വിധത്തിലുള്ള പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ രാസവളങ്ങളോ ഉപയോഗിക്കാതെ തീർത്തും ജൈവ കൃഷിയാണ് ഞങ്ങൾ പുലർത്തിപ്പോരുന്നത്. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും തന്നെയാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളും മീനും വിതരണം ചെയ്തത്. ഇവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൃഷിയിലെ താൽപര്യം കണ്ട് ഏലിയാസ് മാർ അത്തനാസ്യോസ് പിതാവ് ജെറുസലേമിൽ നിന്നും എത്തിച്ച അപൂർവ ഇനം ഒലിവ് ചെടി ഫിസാറ്റിന് സമ്മാനമായി നൽകി. എന്റെ പേര് അഭിജിത്ത്, ഇത് എൽദു ആൻഡ് ഇത് ആര്യ. ഞങ്ങൾ S5 സിവിലിലെ സീനിയർ സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ് ആണ്. ഒരു ബിടെക് ലൈഫിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രകൃതിയിലേക്ക് വന്നിറങ്ങി അതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനും അറിവുകൾ നേടാനും ഞങ്ങൾ കുറേയധികം സഹായിച്ച ഒരു ക്ലബ്ബാണ് ക്ലബ്ബാണ് നേച്ചർ ക്ലബ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കുറെ മണ്ണിനെ കുറിച്ചും പ്രകൃതിയെ കുറിച്ചും കുറെ കാര്യങ്ങൾ അറിയാനും അതിൽ ഇറങ്ങി പ്രവർത്തിക്കാനും അതിൽ കുറെ കൗതുകം ഞങ്ങളിൽ സൃഷ്ടിക്കാനും ഇങ്ങനെ ഈ ഒരു നേച്ചർ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ കോളേജിന്റെ പല ഭാഗത്താണ് നിങ്ങൾക്ക് കണ്ടു കാണണം. ഇവിടെ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് തന്നെ ഇപ്പോ വെണ്ടയ്ക്ക തോട്ടത്തിന്റെ നടുക്കാണ്. പിന്നെ ഇവിടെയുള്ള മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എക്വോപോണിക്സ്, അതുപോലെ തന്നെ അവിടെ വരുന്ന കപ്പത്തോട്ടം, ചീരത്തോട്ടം, ഇവിടെ നിന്ന് നല്ല വിളകൾ, നല്ല പെസ്റ്റിസൈഡ്സോ അതുപോലെ തന്നെ രാസവസ്തുക്കളോ ഒന്നും ചേർക്കാതെയുള്ള നല്ല ശുദ്ധമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും അത് ഞങ്ങൾ സ്റ്റുഡൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഇവിടുത്തെ മെസ്സിലും ക്യാൻറ്റീനും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഞങ്ങളുടെ ഈ പ്രവർത്തനം കണ്ട് ഉത്സാഹിച്ച ഞങ്ങൾക്കത് വീട്ടിൽ ചെയ്യുവാനും അത് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു ഭാഗമാക്കി എടുക്കാനുള്ള ഒരു പ്രചോദനം കൂടി നമുക്ക് ഈ ഒരു ക്ലബിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ്. ഇവിടെ ഞങ്ങൾ നേച്ചർ ക്ലബിന്റെ ഫസ്റ്റ് ഇയർ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലുള്ളവരാണ്.
ഹോസ്റ്റലിലുള്ളവർക്ക് മാത്രമല്ല പുറത്തുനിന്നുള്ള ഡേ സ്കോളേഴ്സിനും നേച്ചർ ക്ലബ്ബ് വളരെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ ഒഴിവു സമയം പഠനത്തിൽ മാത്രമല്ലാതെ ചെടികളോടുകൂടി ഇടപഴകാൻ ഞങ്ങൾക്ക് ഒരു അവസരം ഫിസാറ്റാണ് ഞങ്ങൾക്ക് തന്നത്. ഈവൻ ഇതൊരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇവിടുത്തെ ടീച്ചേഴ്സും മാനേജ്മെന്റും സ്റ്റുഡൻസും എല്ലാവരും ചേർന്ന് ഒരു നേച്ചർ ക്ലബിനോട് ചേർന്ന് ഇങ്ങനൊരു ഗ്രീൻ ക്യാമ്പസ് ഉണ്ടാക്കുക, ഒരു എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അധ്യാപകരായ ജിജി ആന്റണി, ഡോക്ടർ സരസ്വതി അമ്മ, കെ ഐ ധനീഷ്, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രകാശ് ടി ചാണ്ടി തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. ഞാൻ ജിജി ആന്റണി, അസിസ്റ്റന്റ് പ്രൊഫസർ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങളുടെ ക്ലബിന്റെ പേര് സ്വാൻ എന്നാണ്, സാങ്കിൻ വർക്കേഴ്സ് ആൻഡ് അഡ്മിറേഴ്സ് ഓഫ് നേച്ചർ. പ്രതിഫലിച്ചൊന്നും ഇല്ലാതെ പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപറ്റ അധ്യാപകരും വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഈ ക്യാമ്പസിലുള്ളത്. 2002 ഞങ്ങൾ ഈ ക്ലബിന് രൂപം കൊടുത്തത്. ആദ്യമായി ഞങ്ങൾ ഒരു പാഷൻ ഹട്ടാണ്, പാഷൻ ഫ്രൂട്ടിന്റെ തൈ നട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതിനൊരു തുടക്കം കുറിച്ചത്. അതിനുശേഷം ഞങ്ങൾ കുറ്റിമുല്ലത്തൈ കൃഷിഭവന്റെ സഹകരണത്തോടുകൂടി ഞങ്ങൾ 300 കുറ്റിമുല്ലത്തൈകളാണ് നട്ടത്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ എല്ലാ വർഷവും നമ്മൾ ക്യാബേജ്, കോളിഫ്ലവർ, പാവല്, പടവലം തുടങ്ങി എല്ലാവിധ പച്ചക്കറികളും വളരെ വിജയകരമായി തന്നെ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഈ ക്യാമ്പസിൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള കീടനാശിനികൾ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. പൂർണ്ണമായും ജൈവ കീടനാശിനിയാണ്, രാസപ്രയോഗങ്ങളൊന്നും തന്നെ ഇല്ലാതെ ജൈവ കീടനാശിനികൾ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചു വരുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് വരുന്ന ഫലങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് വളരെ മിതമായ നിരക്കിലാണ് ഞങ്ങൾ ഇവിടെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെയർമാൻ പോൾ മുണ്ടാടൻ, വൈസ് ചെയർമാൻ അന്തോണി ജോൺസൺ, ട്രഷറർ PI ബോസ്, ഫെഡറൽ ബാങ്ക് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശാലിനി വാര്യർ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് ഐസക്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ C ഷീല, ഡോക്ടർ KSM പണിക്കർ, ഡോക്ടർ സണ്ണി കുര്യാക്കോസ് തുടങ്ങിയവർ പിന്തുണയുമായി രംഗത്തുണ്ട്. എന്റെ പേര് ധനീഷ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഫിസാറ്റിൽ കൃഷിയോടൊപ്പം തന്നെ നമ്മളൊരു ഫാം നടത്തുന്നുണ്ട്. അതിൽ നമുക്ക് 6 പശു ഇപ്പുണ്ട്. ഒരു പശു ഇപ്പൊ പ്രസവിച്ച് നമ്മളതിന്റെ പാല് നമ്മുടെ ക്യാന്റീനിൽ തന്നെ ഉപയോഗിക്കുന്നു. അതിന്റെ പശുവിനുപരിയായിട്ട് നമ്മൾ അതിന്റെ ക്യാന്റീനിൽ നിന്നുള്ള കഞ്ഞിവെള്ളം, അതിന്റെ ഇലകളുടെ വേസ്റ്റുകൾ ഇതെല്ലാം നമുക്ക് അവിടേക്ക് ഉപയോഗിക്കാനും പറ്റുന്നു. അത് ചാണകം, ഗോമൂത്രം ഇതെല്ലാം നമ്മൾ കൃഷിയിലേക്ക് ഉപയോഗിക്കുന്നു. ഫിസാറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫിസാറ്റ് തുടങ്ങിയ കാലം തൊട്ട് തന്നെ കൃഷിയിലേക്കാണ് സ്റ്റാർട്ടിങ്. കൃഷി ഒരു നമ്മുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം. കാരണം ഫിസാറ്റിൽ കൃഷി എന്ന് പറയുന്നത് ഒരു ഭാഗം അതിനുവേണ്ടി തന്നെ ഒഴിച്ചിട്ടേക്കാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളിലേക്ക് കൃഷി കൂടി വരാൻ വേണ്ടി തന്നെ കൃഷിനുപരി അതിലേക്കുള്ള വളത്തിന് വേണ്ടി നമ്മൾ പശു വളർത്തലും കൃഷിയുമായിട്ട് നടക്കുന്നു. ഈ ആഴ്ചയിലെ ചർച്ചവെൽസ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. സഭയിലെ പ്രധാന വിശേഷങ്ങളും അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ചർച്ചവെൽസ് പ്രോഗ്രാം, ഗുഡ്നസ് TV, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി. ഫോൺ നമ്പർ 8606420011.